CPM സംസ്ഥാന സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നേരത്തെ സംസാരിച്ചാണ്, എന്നാലും ചില കാര്യങ്ങൾ കൂടി നമ്മോട് പ്രത്യേകമായി കിട്ടുമ്പോൾ ചോദിക്കാം. പക്ഷേ എങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നല്ലോ എല്ലാവരും, അത് പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊലിമ കുറയുന്നുണ്ടോ? ഒരുമ കൂടുകയ്യ. കാരണം പ്രതിപക്ഷം ഇത് പരിപാടി നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും കലാപം നടക്കുകയും ചെയ്ത വലിയ ഒരു വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ് UDF. അവർക്ക് വിഷമമുണ്ടാവും, പ്രയാസമുണ്ടാവും. ഇമാതിരിയെല്ലാം ഞാൻ നടത്തിയിട്ട് അതിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കാൻ പോകുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന, ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന പ്രശ്നം കൂടി ആയതുകൊണ്ടായിരിക്കാം അവർ യഥാർത്ഥത്തിൽ വരേണ്ടതായിരുന്നു. ഇപ്പോൾ അവർ വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതായിരിക്കാം. കാരണം അവർക്കൊരു മനസാക്ഷി കുത്തുണ്ട്. കാരണം ഈ പദ്ധതി ഇനി ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷ്വൽ നിങ്ങളുടെ ഉണ്ടല്ലോ, മാതൃഭൂമിയുടെ കയ്യിൽ അവരിവിടെ വന്ന് പ്രസംഗിച്ചത് കാര്യമുണ്ടല്ലോ. ഇവിടെ കലാപം നടത്തിയിട്ടുണ്ടല്ലോ, ഇവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ടല്ലോ. ഒരു തരത്തിലും ഇനി മുന്നോട്ടേക്ക് പോകാൻ പാടില്ല, വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞവരാണല്ലോ അവർ. അവർക്ക് പിന്നെ എങ്ങനെയാണ് ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായിട്ട് അന്തസ്സോടുകൂടി വന്ന് നിൽക്കാൻ പറ്റുക? അപ്പോൾ അതിൻ്റെ മനസാക്ഷി കുത്തുകൊണ്ട് അവർ സ്വയം തന്നെ പരിഹാസ്യമായിട്ട് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് പച്ച മലയാളം. ഈ തുറമുഖ പദ്ധതി ഒട്ടേറെ കാലങ്ങൾ കൊണ്ട് പല കാലഘട്ടത്തിൽ പല സർക്കാരുകളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്കാണ്? അത് രാജവാഴ്ചയുടെ കാലത്ത് പോലും ഇതിനെപ്പറ്റി ആലോചിച്ചാലുണ്ടായതാണ്. നായനാരുടെ കാലത്താണ് ഇത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ചൈന ബന്ധമുള്ള കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോയതാണ്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കാതിരുന്നത്. പിന്നീട് കേന്ദ്രത്തിൻ്റെയും അതുപോലെ സംസ്ഥാനത്തിൻ്റെയും എല്ലാം പൂർണ്ണ അംഗീകാരത്തോടു കൂടി തന്നെയാണ് പദ്ധതി മുന്നോട്ടേക്ക് പോയത്. ആ പദ്ധതി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ BJP ഗവൺമെൻറ് ഒരു നയാ പൈസ കേരളത്തിലെ ഗവൺമെൻറ്റിന് വിഴിഞ്ഞം പ്രോട്ടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. BJP ക്രെഡിറ്റ് ചോദിക്കുന്നുണ്ട്. അത് പദ്ധതിക്കെല്ലാം യോജിപ്പുണ്ട്, ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്. BJP-ക്കാർ ഇപ്പോൾ ഇതിൻ്റെ എന്ത് ക്രെഡിറ്റാ? ഒരു നയാ പൈസയുടെ പണ്ട് പറയില്ലേ, കാൽ കാശിൻ്റെ സഹായമില്ല. എന്നിട്ട് പിന്നെ ഇത് ക്രെഡിറ്റ് വന്നിരിക്കുന്നു. ഇവിടെ 10-12,000 കോടി ഉറുപ്പികയാണ് കേരള ഗവൺമെൻറ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. 12,000 കോടി. അത് വേറെ ആരും ചെയ്തതല്ല. കരാറുണ്ടാക്കുമ്പോഴൊന്നും ഒരു നയാ പൈസ ചിലവാക്കിയിട്ടില്ല. അപ്പോൾ പണം മുഴുവൻ ചിലവാക്കി പദ്ധതി മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ അനുബന്ധമായ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അപ്പോൾ ജനങ്ങൾക്കറിയാം ക്രെഡിറ്റ് ആർക്കാണെന്ന്. അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ്, അനുപാതം അനുസരിച്ചാണ് ക്രെഡിറ്റ്. ചിലർക്ക് നിഷേധാത്മകമായ ക്രെഡിറ്റാണ്. ഇത് നടപ്പിലാക്കാനേ പാടില്ല എന്ന് പറഞ്ഞവർക്ക് വേറെന്ത് ക്രെഡിറ്റാ? നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് മനസാക്ഷി കുത്തുകൊണ്ട് പരിപാടി പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നിരിക്കുന്നു എന്നുള്ളതാണ് പച്ചമലയാളം. വലിയ സന്തോഷത്തിലാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ വലിയൊരു പദ്ധതി ആയതുകൊണ്ടോന്നല്ല. ഞാൻ പാർട്ടി സെക്രട്ടറി ആയാലും സെക്രട്ടറി അല്ലെങ്കിലും ഇതുപോലുള്ളൊരു പദ്ധതി ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു കേരള മോഡലുണ്ടല്ലോ. ആ കേരള മോഡലാണ് പുതിയ കേരളം, നവകേരളം. ആ നവകേരള സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതി. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ കൂടി ചേരുന്നു. അങ്ങനെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണഭോക്താവ് കൂടി അല്ലേ? കാരണം GST ആയിട്ട് വലിയ വരുമാനമൊക്കെ വരും. എല്ലാവരും ഗുണഭോക്താവാണ്. പക്ഷേ GST വരുമാനം ഇപ്പോൾ വന്നു തുടങ്ങില്ല. GST വരുമാനം വാസ്തവത്തിൽ ഇത് 1-2-3 വർഷം അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് അതിൻ്റെ വരുമാനം വന്നു തുടങ്ങുക. പക്ഷേ അത് നോക്കിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിപ്പോൾ വരുമാനം നോക്കിയിട്ടല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. കേരളത്തിൻ്റെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. അടുത്ത് വരുന്ന ജനറേഷനുകൾക്ക്, അടുത്ത തലമുറകൾക്ക് തന്നെ ഇത്രയും വലിയൊരു പദ്ധതി കണ്ട് ഗുണമുണ്ടാവും. നമ്മുടെ പൂർവികർ അങ്ങനെ പലതും ചെയ്തതുകൊണ്ടാണല്ലോ ഇന്നിപ്പം നമുക്ക് ആ ഗുണമുള്ളത്. അതുകൊണ്ട് നാളുകളിലേക്കുള്ള ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, തൊഴിൽ മേഖല, കേരളത്തിൻ്റെ ലോക ഭൂപടത്തിൽ കേരളത്തിൻ്റെ പ്രയോറിറ്റി, കേരളത്തെ പറ്റിയുള്ള പ്രയോറിറ്റിയും കേരളത്തിനെ പറ്റിയുള്ള ധാരണയും മാറ്റിമറിക്കുന്ന, കേരളത്തെ കൂടുതൽ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾ വരുന്ന ഒരു കേന്ദ്രമാക്കി ഇത് മാറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രവണതകൾ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വികസനം കേരളത്തിലുണ്ടാവും. ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് ആളുകളുടെ ജീവിതം കൊണ്ടുപോകാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നല്ല ഒരു ബുദ്ധിമുട്ടി സഹിച്ച് തന്നെയാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ചെയ്തത്.